ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് കാലമായി നല്ല ലോങ് വീഡിയോ ചെയ്തിട്ട്. ഒന്നാമത് ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ബിസിയസ്റ്റ് ഷെഡ്യൂളിലൂടെ കടന്നു പോവാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാലമായി ചാനലിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ കുറച്ചുകൂടി ചിന്തിച്ചപ്പോൾ ഞാൻ ഇതിനെ ഈ ഒരു ചാനലിൽ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റെന്തും ഓക്കെ, എൻ്റെ ടൈമിന് എനിക്കൊരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഒരുപാട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ നശിച്ചു പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഇത്രയും എഫേർട്ട് എടുക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹോൾ വീഡിയോസ് ചെയ്യാത്തതെന്ന്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനീഷ്യൽ സ്റ്റേജിലെ ചാനലിൽ ഒരുപാട് ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാൻ വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യാതായി. പിന്നീട് ഉള്ള കുറച്ചു കാലം ഞാൻ കുറേ അഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വർഷത്തോളമായി എനിക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചാനലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. എനിക്ക് ആരും ബുദ്ധിമുട്ടിപ്പിക്കാൻ വലിയ താല്പര്യമില്ല. അതൊക്കെ കൊണ്ടാണ് ചാനലിന് വേണ്ടി ഞാനിങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നത്. ബേസിക്കലി ആകെ ഇങ്ങനെ പുഷ് ചെയ്യും, നീ എന്തെങ്കിലും ചെയ്യും, ഹോൾ വീഡിയോസ് ചെയ്യും, അങ്ങനെയെല്ലാം പുഷ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കൊരു ഇതുണ്ടാവല്ലോ, വേണ്ട, എനിക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ ഹോൾ വീഡിയോസ് ഇപ്പം മെയിൻലി എൻ്റെ സ്വന്തം ഇൻകം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. വന്നപ്പോൾ മനസ്സിലായി കാണും, ഇന്നൊരു ഹോൾ വീഡിയോ ആണ്. അത് അജിയോ എന്നുള്ള ഹോൾ വീഡിയോ ആണ് കേട്ടോ. അജിയോയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് വീക്ക് ഒരു ബിഗ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സെയിലുണ്ട്, പക്ഷെ ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഓഫർ പ്രൈസ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ വീഡിയോ ക്ലാരിറ്റി എന്ന് ഇഗ്നോർ ചെയ്യണം. ഇന്നും കൂടി എടുത്തിട്ടില്ലെങ്കിൽ നാളെ എനിക്ക് പിന്നെ ഇത് എടുക്കാൻ പറ്റില്ല. വാവേനൊക്കെ ഉറക്കി ഞാനിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നതാണ്. അപ്പോൾ കറക്റ്റ് നോക്കുമ്പോൾ ക്യാമറയിൽ ചാർജ് ഇല്ല. എൻ്റെ ഒരു ഗതികേട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റപ്പിൽ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് സൂപ്പർ ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒരുപാട് തവണ യൂസ് ചെയ്തു. ഇത് മാത്രമേ യൂസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ പിന്നെ എൻ്റെ കൈ അങ്ങ് ധരിച്ചു. അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഈ ഒരു ടോപ്പിന് ഞാൻ കൊടുത്ത പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ. ഈ ഒരു ബ്ലാക്ക് ടോപ്പിന് 234 234 റുപ്പീസാണ് കേട്ടോ ആയത്. ഇത് ഒരു സെൻസറി എന്ന് പറഞ്ഞ വെറോമോഡ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേട്ടോ ഇത്. അത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ച മീഡിയം ആണ് എൻ്റെ സൈസ്. വെറോമോഡ എന്ന് പറഞ്ഞ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ഇടിക്കരുത് കേട്ടോ. നല്ല ഇത് ഞാൻ എടുക്കാൻ കാരണം ഇവിടെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഫീഡ് ചെയ്യാൻ എളുപ്പമാട്ടോ. ഈ ഒരു ടൈപ്പ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ടോപ്പ് പോലെ നല്ല മെറ്റീരിയലാണ്. ഒരു റയോൺ ടൈപ്പ് മെറ്റീരിയലാണ്. നല്ല സുഖമാണ്, നല്ല കംഫർട്ടബിളാണ്, വളരെ നൈസാണ്. പക്ഷെ സീ ത്രൂ അല്ല. നമ്മൾ ഷിമ്മി ഇട്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടത്. ഇത് ഞാനിവിടെ സ്റ്റൈൽ ചെയ്തിട്ട് ഫോട്ടോ കൊടുക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റൈൽ ചെയ്യേണ്ട ഒരു സ്കിൻ ഫിറ്റ് ജീൻസിൻ്റെ കൂടെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. പക്ഷേ എൻ്റെ കയ്യിൽ എൻ്റെ സൈസിന് ഇപ്പം കറക്റ്റ് ആയില്ല സ്കിൻ ഫിറ്റ് ജീൻസ് ഇല്ല. എൻ്റെ പഴയ ജീൻസ് ഒന്നും തന്നെ എനിക്ക് ഫിറ്റല്ല. സോ ഞാൻ കിട്ടിയ ഏതെങ്കിലും ഒരു പാൻറ്റിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്ത് കാണിക്കും. നിങ്ങൾ എന്നെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഒട്ടുമിക്ക എല്ലാ ഹോൾ വീഡിയോയിലും എന്തെങ്കിലും ഒരു കളർ റിപ്പീറ്റേഷൻ വന്നുകൊണ്ടിരിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതിപ്പോൾ വൈറ്റ് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നോടൊന്നും തോന്നരുത് മക്കളെ, അറിയാതെ സംഭവിച്ചു പോയതാണ്. ഇത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റ് ടോപ്പാണ്. ഇത് ഫിഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. സ്ലീവ്സ് കണ്ടോ, നല്ല നല്ല അടിപൊളി സ്ലീവ്സ് ആണ്. പിന്നെ മെറ്റീരിയലിനും വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു കണ്ടോ, ഒരു ലൈനൊക്കെ പോകുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ, സാധാരണ ഒരു ടീഷർട്ട് എന്നുള്ള രീതി കാണരുത്. അതായത് ആ ഒരു മെറ്റീരിയൽ അല്ല, നല്ല ഡിസൈനിങ് ഒക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാട്ടോ. ഇതിൻ്റെ റേറ്റും 274 റുപ്പീസാണ്. ഇപ്പോൾ 500 600 കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഒരു ഷർട്ടാണ്. ഇതിനും 270 രൂപയാണ് ആയത് കേട്ടോ. ഇത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്. ഇത് ലാർജ് സൈസാണ് ഞാൻ എടുത്തത്. ഒരു ഷർട്ടൊക്കെ ഞാൻ ഒരു സൈസ് അധികം എടുക്കും. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ലൂസാണ്. ഇപ്പോൾ ലൂസ് ഫിറ്റ് ട്രെൻഡാണ്. പക്ഷേ എനിക്കറിയില്ല, ഇത് അത്ര ആ ഒരു ഗണത്തിൽ ചേരുന്നില്ല. പക്ഷേ 270 രൂപയ്ക്ക് ഇതിലും നല്ലൊരു ഷർട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇത് മുഴുവനും എംബ്രോയിഡറി ആണ്, പ്രിൻ്റ് അല്ല. അത് ചെറിയ രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ. ഷർട്ട് ഫ്രണ്ട് കുറച്ച് പൊങ്ങിയിട്ടും പിറകെ കുറച്ച് ഇറങ്ങിയിട്ടാണ്. നല്ല ക്വാളിറ്റി. പിറകെ കണ്ടോ, നല്ല ഒരു ക്വാളിറ്റി ഇല്ല. അടിപൊളി ഷർട്ട്. ചെറിയ ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ, കോട്ടൺ ആണല്ലോ, വേറെ ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് എഴുതിയ റേറ്റ് എന്ന് പറഞ്ഞാൽ 899 ആണ് ലാർജ് സൈസ്. ഞാൻ വാങ്ങിയത് 270 റുപ്പീസിനാണ് കേട്ടോ. അത് DNMX എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. DNMXൻ്റെ ഡ്രസ്സും ടീഷർട്ട്സും
പിന്നെ ഷർട്ട്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഈ രണ്ട് സാധനത്തിന് സൈസിൽ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായാലും നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് കാണാം. 310 ജസ്റ്റ് 310 റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ. 310 എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ലാഭമാണ്. പക്ഷെ എനിക്കിത് കുറച്ച് ഓൾട്രേഷൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലുക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്നൊന്നും ചോദിക്കരുത്. ബിക്കോസ് ഇനി നാട്ടിൽ പോയിട്ട് എല്ലാം ചെയ്യും. അത് പറഞ്ഞ പോലെ ഞാൻ ഏപ്രിൽ നാട്ടിൽ പോകാനിരിക്കുകയാണ്. അപ്പോൾ അതാണ് കാര്യം. ഇത് ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫുൾ ലെങ്ത്തിലുള്ള ഒരു കുർത്തി കേട്ടോ. ഈ രണ്ട് സൈഡും ഇതിന് ഇത്തിരി ചുരുക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്, കുറച്ച് വെട്ടി തയ്ക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഈ പിറകിൽ വരുന്ന ഈ താജ്മഹലാണ്. താജ്മഹലല്ല എന്നാലും ഈ ഒരു ഡിസൈൻ ആട്ടോ ഈ കുർത്തയുടെ ഒരു ട്രെൻഡിങ് മീൻസ് അട്രാക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ സൈസ് കറക്റ്റ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ലുക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഒരുമാതിരി ഇരിക്കും. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഈ കുർത്ത 999 റേഞ്ചിലാണ് വരുന്നത്. 310 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത്. വീഡിയോയുടെ എൻഡിൽ ഞാനൊരു സർപ്രൈസ് ആയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ലാസ്റ്റ് കണ്ടാൽ മതി. പിന്നെ എനിക്ക് അടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ്. ഇതൊരു ഡ്രസ്സാണ് ആക്ച്വലി. സത്യം പറഞ്ഞ മക്കളെ, ഞാൻ ഇത് ഈ റേഞ്ചിന് കിട്ടുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കണ്ടു മെറ്റീരിയലിൻ്റെ ഇതെല്ലാം. പക്ഷെ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം 340 രൂപക്കൊക്കെ ഇത് അവരെനിക്ക് തന്ന അവർക്ക് എന്താ ലാഭം എന്നാ ഞാൻ വിചാരിച്ചത്. ഇതെന്നെ ശരിക്കും ഞെട്ടിച്ച് തകർത്തൊരു ഡ്രസ്സാട്ടോ. അപ്പോൾ ഇത് ഫയർ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. ഫയർ റോസിൻ്റെ വേറൊരു ഡ്രസ്സ് ഞാൻ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ ഫയർ റോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് അജിയോന്ന് എടുക്കുമ്പോൾ നോക്കണം, ഇതിന് റിട്ടേൺ ഇല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എൻ്റെ ഒരു ഡ്രസ്സ് ഞാൻ ശരിക്കും ട്രാപ്പായി പോയി. എന്നെ പോലെ രണ്ടാളെയും കൂടി കൂട്ടാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഞാനത് റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനത് ഒതുക്കി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ്. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല. ഇതിൻ്റെ ഫ്ലെയർ കണ്ടാൽ നിങ്ങൾ ഇത്ര ലെങ്ത്തില്ലേ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള കിടിലൻ മെറ്റീരിയൽ. ഈ സമ്മറിനൊക്കെ സൂപ്പറാണ്. ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ രണ്ട് വുഡൻ്റെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ ഒരു ഇലാസ്റ്റിക് വർക്കാണ്. ബാക്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതുപോലെ രണ്ട് കഷ്ണമുണ്ട്. ഇത് കെട്ടിയിടേണ്ടതാട്ടാ. ഇതിങ്ങനെ കെട്ടിയിട്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പക്ഷേ എനിക്ക് കിട്ടിയ പ്രൈസ് 344 ആണ്. പക്ഷേ ഇത് 500 റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും വാങ്ങിയാൽ നഷ്ടമില്ല. അപ്പോൾ അടുത്തതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മൊത്തം ഹൈലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്. ഞാൻ നാട്ടിലെത്തല് ഏപ്രിൽ 1-ന്. ഏപ്രിൽ 3-ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ എനിക്ക് ഒന്ന് നാട്ടിൽ പോയിട്ട് ഒരു ഡ്രസ്സ് സെറ്റപ്പ് ആക്കാനുള്ള ഒരു സമയമില്ല. ഓൺലൈൻ എടുക്കലല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ എനിക്ക് ഡ്രസ്സൊന്നും വേറെ ആൾ വാങ്ങി തരുന്നത് എനിക്ക് ഇഷ്ടമല്ല. വിത്ത് മൈ പ്രസൻസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു ഡ്രസ്സല്ലേ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാനിങ്ങനെ പല യൂട്യൂബ് വീഡിയോയിലും കണ്ടു, പലരും വാങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മിന്ത്രയിൽ നോക്കുമ്പോൾ 2000-ന് മുകളിലാണ്. ഞാൻ 2000-ന് മുകളിലൊന്നും ഒരിക്കലും ഡ്രസ്സ് എടുക്കുന്ന ഒരാളല്ല. ഒരു 2000 രൂപയ്ക്ക് ഒരു 10 രൂപ ഡ്രസ്സ് എടുത്താലും എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. 2000 ഒരു ഡ്രസ്സിൽ ഞാൻ ഒരിക്കലും സ്പെൻഡ് ചെയ്യില്ല. എനിക്ക് എക്സ്പെൻസീവായിട്ട് താല്പര്യമില്ല ഒന്നിനോടും. ഇതേ ഡ്രസ്സ് മിന്ത്രയിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2000-ന് മുകളിൽ റേറ്റ്. ഞാൻ വേഗം അജിയോയിൽ നോക്കുമ്പോഴത്തേക്ക് അത് 1800 ചില്ലറ കാണിച്ചു. എന്തായാലും ഒരു 100-400 റുപ്യേൻ്റെ വ്യത്യാസം. പിന്നെ 1800 റുപ്യക്ക് ഒരു ഡ്രസ്സ് എടുക്കണമെന്നില്ല ടെൻഷനായി. വേണ്ട, മനസ്സ് പറഞ്ഞു വേണ്ട സൗമ്യ, വേണ്ട പരിപാടിക്ക് നീ പോകണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കയ്യിലുള്ള സാരി എല്ലാം എടുത്തു നോക്കി. കല്യാണത്തിന് ഒപ്പിക്കാന്ന് വെച്ചിട്ട് എങ്ങനെ ചേരുന്നില്ല. എന്താ വെച്ചാൽ നമ്മളെ സാരി ഉടുക്കാൻ ഈ ചൂടിനും കുഞ്ഞിനെ എടുത്തിട്ട് പോയാൽ എന്നെക്കൊണ്ട് നടക്കൂല. അതുകൊണ്ട് ഞാനിത് ചുരിദാർ തന്നെ വേണം, അത് അനാർക്കലി തന്നെ വേണം. എനിക്കിപ്പോൾ സ്ലിറ്റിലെ ഡ്രസ്സിനോട് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു നോക്കും, ഭാഗ്യേട്ടന് ജിപേയിൽ എന്തോ ഒരു 250 രൂപയുടെ ക്യാഷ് വൗച്ചർ കിട്ടി അജിയോൻ്റെ. ഞാനത് ഇപ്പം നേരത്തെ കണ്ട ഡ്രസ്സെല്ലാം വാങ്ങാൻ വേണ്ടി ഞാൻ ആ കൂപ്പൺ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. സംഭവം ഏറ്റു. അങ്ങനെ എനിക്ക് 1600-ന് കിട്ടിയതാണ്. എന്നാലും 1600 റുപ്യ ഇത്ര ഏത്തപ്പഴം വാങ്ങി തിന്നല്ലേ. അപ്പം അങ്ങനെയല്ല, 1600 റുപ്യ ചിലവാക്കിയതിൽ എനിക്ക് നല്ല മനസ്സ് വിഷമമുണ്ട്. പക്ഷെ എനിക്ക് ഗതി ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എനിക്ക് നല്ല രസമില്ല, ഡ്രസ്സും വേണം, പക്ഷെ എനിക്ക് സമയം. ഈ ഡ്രസ്സ് നിങ്ങളത് കാണും, ഓഫ് വൈറ്റ് കളർ, 2 സ്ഥലത്തും പാഡഡ് ആണ് കേട്ടോ. അയ്യോ, ഇതൊന്നും ഇങ്ങനെയൊക്കെ ഒന്ന് പേടിച്ചു. അപ്പോൾ ഈ 2 സൈഡും പാഡഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി കണ്ട, ആ ഫ്ലവറിനെ ഫ്രണ്ടിലെ ചെസ്റ്റ് ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫിറ്റിംഗ്, നല്ല ഫുൾ ഫ്ലെയറിലുള്ളത്. ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ല, ഇത് ഞാൻ എന്തായാലും ലുക്ക് ബുക്ക് ചെയ്യാം. ഭയങ്കര സൂപ്പറാട്ടാ. പിന്നെ പാൻറ് ഉണ്ട് കേട്ടോ,
പിന്നെ ഷോളും ഉണ്ട്. ഇതെല്ലാം ഞാൻ ലുക്ക് ബുക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു മിനിറ്റ്, എന്തെങ്കിലും നല്ലൊരു ഫംഗ്ഷൻ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അത്ര സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എനിക്കിത് കുറച്ച് ക്ലാസി ഫീൽ ആട്ടോ ഉണ്ടായത്. നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഞാൻ ഇട്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഞാൻ അങ്ങനെ ഒരുപാട് ഇങ്ങനെ വാരിക്കോരി പറയുന്ന കേട്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആർക്കും കാണിച്ചു കൊടുക്കാനും ആർക്കും ഇങ്ങനെ വിശദീകരിക്കാനും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാനിവിടെ ഇങ്ങനെ എല്ലാ ഡ്രസ്സും വാങ്ങിയാലൊന്നുമില്ലേ, ഇങ്ങനെ പർച്ചേസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചെത്തുമ്പോൾ കുറച്ച് കാണിച്ചു തരാറുണ്ട്. അവർക്കെല്ലാം കാണിക്കുമ്പോൾ എനിക്കൊരു എന്തൊരു സന്തോഷം. അവരെന്നെ പറ്റൊന്നും വിചാരിക്കില്ല, അവർക്ക് എന്നെ കാര്യം. നാളെ കൂടിയാണ് ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെതായ ഒരു കൈവറയലും കാലുവറക്കലും ഉണ്ട് കേട്ടോ. നമ്മളത് പറഞ്ഞും സംസാരിച്ചും വീഡിയോ വീണ്ടും എടുത്തെല്ലാം സെറ്റാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വാവ കിടന്നുറങ്ങുന്നതാണ്, അതുകൊണ്ട് ഇച്ചിരി ശബ്ദം കുറച്ചത്. അവൾ എഴുന്നേറ്റുണ്ടെങ്കിൽ ഇനി ഒരു പരിപാടി നടക്കില്ല കേട്ടോ. ഇനി എനിക്ക് ഒരുപാട് പണി ബാക്കിയുണ്ട്. അതൊക്കെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. Tata, bye bye.